നമ്മള് ഇപ്പോൾ ഭയങ്കര റീസെന്റ് ആയിട്ട് കേൾക്കുന്നൊരു ടേമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ളത്. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണെന്നറിയോ? അതായത് നമ്മൾ ബ്രെയിനിന്റെ ഒരു കേപ്പബിലിറ്റിയാണ് ടു ചേഞ്ച്. അതായത് ആ ന്യൂറോൺസിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു കേപ്പബിലിറ്റിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഭയങ്കര ഒരു ഡിപ്രസ്ഡ് എൻവയോൺമെന്റിലാണെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടല്ലേ ഉണ്ടാവുക കുറേ ദിവസം. പിന്നെ നമുക്ക് അതന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരിത് കാണുന്നില്ലേ? അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ട്. ഇപ്പം ഫുൾ നെഗറ്റിവിറ്റി നമ്മളെ സറൗണ്ടിങ്ങിനുള്ളപ്പോൾ നമ്മളെ ബ്രെയിൻ അതിന് വയർഡായിട്ട് പിന്നെ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അതുപോലെ ഇപ്പൊ നിങ്ങളൊരു പോസിറ്റീവ് എൻവയോൺമെന്റിലാണെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ അതായത് ഫുൾ ഒരു പോസിറ്റീവ് ഇതിൽ അങ്ങ് പോകും. അങ്ങനെ മനസ്സിലായ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് എൻവയോൺമെന്റ് ഫുൾ പ്രശ്നമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വയർ ചെയ്യാന്നുള്ളതാണ്. ഇതിന് വയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുതിയ എക്സ്പീരിയൻസുകൾ. ഇപ്പൊ ട്രാവൽ ചെയ്യോ അല്ലെങ്കിൽ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മളെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. നമുക്ക് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളെ ബ്രെയിനിനെ ഭയങ്കര എന്താ പറയാ സൂപ്പർ എന്താ പറയാ കുറച്ച് സൂപ്പർ പവർ പോലെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ശീലങ്ങൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ. അതുപോലെ പുതിയ പുതിയ ശീലങ്ങൾ നമുക്ക് ന്യൂറോൺസിൽ മീൻ ബ്രെയിനിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അത് നമുക്ക് ഭയങ്കര ലോങ് ടേമിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ രീതിയിൽ ആക്കാൻ പറ്റും. അപ്പോൾ വർക്കൗട്ടോ അല്ലെങ്കിൽ പുതിയ പുതിയ ശീലങ്ങൾ പുതിയ പുതിയ ഹാബിറ്റ്സ് കൊണ്ടുവരാ. നല്ല ഹാബിറ്റ്സ് ആണ് ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ വർക്കൗട്ട് അല്ലെങ്കിൽ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചേഞ്ചായി നല്ല രീതിയിലേക്ക് ചേഞ്ച് വന്നാൽ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും ഫുൾ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ഇതായിരിക്കും. അങ്ങനെ ഓക്കെ.